സ്നേഹിത ശിഷ്യ സമന്വിതനായി മോറാ നീശോ ആഘോഷിച്ചാൻ മാളികയിൽ പെസഹ ഇൻ പെരുന്നാൾ ഞങ്ങളുടെ വടിവിൽ നരരൂപം പൂണ്ട ഭജനാത്മകനാ കർത്താവേ സ്തോത്രം. വെളിച്ചത്തിലേക്കുള്ള പുനരധിവാസമാണ് നോമ്പ്. നമ്മുടെ മരണപ്പാച്ചിലുകളിൽ കൈമോശം വന്ന വെളിച്ചത്തിൻ്റെ വഴികളെ തേടിപ്പോകാനുള്ളതാണ് ഓരോ നോമ്പ് കാലവും. നോമ്പ് പുതിയ സൃഷ്ടിയാക്കുന്ന കാലമാണ്. നോമ്പിൻ്റെ തുടക്കം കാനാവിലെ ആ കല്യാണ വീട്ടിലായിരുന്നുവല്ലോ. വെള്ളം വീഞ്ഞായ ദിവസം, വെള്ളത്തിൻ്റെ പരിവർത്തനം തന്നെ. ഏതാണ്ട് ഉൽപ്പത്തിയുടെ തുടക്കം പോലെ. രണ്ടാം ഞായറാഴ്ച കുഷ്ഠരോഗിയുടെ ശരീരം ശുദ്ധമാക്കുകയാണ്. സ്പർശനശേഷിയും സംവേദനക്ഷമതയുമുള്ള ഒരു വിശുദ്ധ ശരീരം ചമയ്ക്കുന്നു. തൊട്ടറിയാവുന്ന ഒരു രൂപം. മൂന്നാമത്തെ ഞായറാഴ്ച ചലനശേഷിയാണ് നൽകുന്നത്. നിശ്ചലതകളും തളർച്ചകളും നീക്കം ചെയ്യുന്നു. നാലാമത്തെ ഞായറാഴ്ച സുബോധം നൽകലാണ്. കനാന്യ സ്ത്രീയുടെ മകൾ അതിനെ സാക്ഷിക്കുന്നു. അഞ്ചാമത് എല്ലാത്തരം കൂനും വളവും നിവർത്തി നേരെയാക്കുന്നു. ആറാം ഞായറാഴ്ച കാഴ്ച കൊടുക്കുന്നതിൻ്റെ കഥനമാണ്. വിശുദ്ധവും ചലനാത്മകവും സുബോധമുള്ളതും വക്രതകളില്ലാത്തതുമായ ഒരു വീക്ഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ഊശാന പാടേണ്ടതും പെസഹ ഭക്ഷിക്കേണ്ടതും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തിൽ സാധ്യമാക്കേണ്ടതും. മനുഷ്യൻ്റെ പരിസരങ്ങളിലുണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ചാണ് കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാകുമ്പോൾ നാം അറിയുക. ചുറ്റുപാടുകളിലെ ഗുണപരമായ പരിവർത്തനങ്ങളോട് പ്രതികരിക്കാനുള്ള ശേഷിയില്ലായ്മ നമ്മുടെ ഹൃദയത്തിൻ്റെ സംവേദനക്ഷമതയുടെ കുറവിനെ അല്ലെങ്കിൽ കുഷ്ഠത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. സത്യത്തിൽ ഹൃദയസ്പർശിയായ ഇടപെടലുകൾ നടത്താത്ത ഒരു ശരീരം കൊണ്ട് സമൂഹത്തിന് എന്തുപകാരം? തളർവാദ രോഗം പോലെ ജീവിക്കുന്ന സമൂഹത്തിന് ഗുണപ്പെടാത്ത ഒരു തലമുറയെ സുബോധം നഷ്ടപ്പെട്ടവർ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. കനാനിക്കാരി സ്ത്രീയുടെ മകളെ പോലെ മാതാപിതാക്കൾക്ക് അവരൊരു നിത്യ ദുഃഖമായിരിക്കും. ശരിയായ ബോധ്യങ്ങളുടെ അഭാവം കൊണ്ടാവാം സമൂഹമധ്യത്തിൽ ഒരുതരം കൂന് ബാധിച്ചതുപോലെ തല താഴ്ത്തി നടക്കേണ്ടി വരിക. ശിരസുയർത്തി നേരെ നോക്കാനാവാത്തിടത്തോളം കാലം നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വികലമായിരിക്കും. ജീവിതത്തിൻ്റെ അധമബോധങ്ങളിൽ കല്ലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന എനിക്കും നിനക്കും ഇനിയെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ്. ഒരുപക്ഷെ നമ്മളിൽ ആരുടെയും പേര് ലാസർ എന്നല്ലെങ്കിൽ കൂടി. ദൈവമേ, ഞങ്ങൾ ദഹിച്ചു പോകരുതേ. ഞങ്ങൾ താഴ്മയോടെ നിന്നെ സമീപിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് കാഴ്ചയേകണമേ. അന്ധൻ്റെ പ്രാർത്ഥന ഞങ്ങളും ചൊല്ലുന്നു. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും വർദ്ധിപ്പിച്ച് തരണമേ. ഇവയില്ലെങ്കിൽ ഞങ്ങൾ അന്ധന്മാരാകുന്നു, ഹ്രസ്വദൃഷ്ടിയുള്ളവരാകുന്നു, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുമാകുന്നു. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.